ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് 5 മാർക്ക് 6 മാർക്ക് 7 മാർക്ക് ചോദ്യങ്ങൾക്ക് എത്ര പേജ് എഴുതണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ വരയിട്ട പുതിയ പേപ്പറൊക്കെ വന്ന സ്ഥിതിക്ക് കുട്ടികൾക്ക് നല്ല കൺഫ്യൂഷൻ അക്കാര്യത്തിലുണ്ട്. അത് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. കുട്ടികളെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ എന്നോട് പ്രഡിക്ഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇംഗ്ലീഷിലെ പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ ഏതാണ്, ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള പ്രഡിക്ഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ കമൻറ്റ് ബോക്സ് തുറന്ന് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്താലും കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. അതിൽ പറയുന്ന ചോദ്യങ്ങൾ കൂടി പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും. ഓക്കെ, ഇനി പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. ഇംഗ്ലീഷിൽ 5 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 7 മാർക്കിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ വരും. ഇതാണ് നിങ്ങളുടെ ഏകദേശം നിങ്ങളുടെ ഇപ്പോഴത്തെ ആൻസർ പേപ്പറിൻ്റെ വലിപ്പം. ഏതാണ്ട് ഇത്ര വരും. ഒരു A4 ഷീറ്റിൻ്റെ വലിപ്പമാണ്. 5 മാർക്കിൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു പുറം എന്ന് പറഞ്ഞാൽ ഇതൊരു പേപ്പറാണ്. ഇതൊരു പേപ്പറാണ്. ഓക്കെ, ഇതൊരു പേപ്പറാണ്. ഇതിൻ്റെ ഒരു പുറം എന്ന് പറയുന്നത് ഇതാണ്, ഒരു പേജ്. ഈ 2 പേജും ചേരുമ്പോഴാണ് ഒരു പേപ്പർ ആവുന്നത്. അപ്പോൾ ഒരു പേപ്പറിൽ 2 പുറമുണ്ടാവും, 2 പേജ്. അപ്പോൾ 5 മാർക്ക് ഒരു സൈഡിൽ നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെ നമുക്കറിയാം 5 മാർക്കിൻ്റെ ചില ചോദ്യങ്ങൾ, ഈ നോട്ടീസ്, അതൊന്നും നമുക്ക് എന്താ പറയുക, ഒരുപാടൊന്നും എഴുതാനുണ്ടാവില്ല. അപ്പം എത്രയാണോ വേണ്ടത് അത്ര എഴുതിയാൽ മതി. അല്ലാത്തൊരു ചോദ്യമാണെങ്കിൽ ഈ ഒരു പേജ് നിങ്ങൾ എഴുതിയാൽ മതി 5 മാർക്കിൻ്റെ ചോദ്യത്തിന്. ഇനി ഈ ഒരു പേജിനേക്കാൾ ഒരു ആവറേജ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പേജിനേക്കാളും കുറച്ച് കുറഞ്ഞാലോ കുറച്ച് കൂടിയാലോ കുഴപ്പമില്ല. അപ്പം ഈ ഒരു പേജ് ഫുൾ എന്നല്ല, ചിലപ്പം കുറച്ച് കുറഞ്ഞു, 4 വരി കുറഞ്ഞാലും കുഴപ്പമില്ല, 4 വരി കൂടിയാലും കുഴപ്പമില്ല. ഇനി 6 മാർക്ക് ചോദ്യമാണെങ്കിൽ ഇതേപോലെ ഒരു പുറം പൂർണ്ണമായിട്ടും വേണം. മറ്റേ പുറത്തിൻ്റെ ഒരു പകുതി ആണ് ആവറേജ് ഞാൻ കാണുന്നത്. ഒരു പുറം കംപ്ലീറ്റ് ആയിട്ടും മറ്റേ പുറത്തിൻ്റെ പകുതിയുമാണ് ഞാൻ ആവറേജായിട്ട് കാണുന്നത്. ആവറേജായിട്ട് കാണുന്നത് പറഞ്ഞാൽ അതിനേക്കാൾ 1-2 വരി കുറഞ്ഞാലും ഇനി കുറച്ചധികം വരികൾ വന്നാലും കുഴപ്പമില്ല. ഒരു 2 പേജ് വരെയൊക്കെ വേണമെങ്കിൽ ഒരു പുറം, രണ്ടാമത്തെ പുറം മൊത്തവും വേണമെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്ക് ചെയ്താൽ ഒരു 1.5 എന്തായാലും ഒരു ആവറേജ് പിടിക്കുക. കണ്ടന്റ് അനുസരിച്ച് ചിലപ്പോൾ അതിനേക്കാൾ 1-2 വരി കുറയും, ചിലപ്പം കുറച്ചധികം വന്നൊന്നും വരാം. ഏതാണ്ട് ഒരു 1.5 പേജ് എന്ന്, 1.5 പുറം, ഒരു പുറം ഈ പുറത്തിൻ്റെ പകുതി എന്ന് കണ്ടാൽ മതി. കുറച്ചധികം നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ കുറച്ചധികം അതിനേക്കാൾ എഴുതിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രൊഫൈൽ ചോദ്യമൊക്കെ 6 മാർക്കിനാണ് വരിക. അതും നിങ്ങൾക്ക് ഒരു പേജിൻ്റെ പകുതി എഴുതാനുണ്ടാവും. അപ്പോൾ 6 മാർക്കിൻ്റെ തല്ലേ എന്ന് വെച്ച് പ്രൊഫൈൽ നിങ്ങൾ തിരിച്ചും മറിച്ചും എഴുതിയിട്ട് 1.5 പേജാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വരുന്ന 7 മാർക്കിൻ്റെ ചോദ്യമാണ്. 7 മാർക്കിൻ്റെ ചോദ്യത്തിന് തീർച്ചയായിട്ടും ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വേണം, മറ്റേ സൈഡും കംപ്ലീറ്റ് ആയിട്ട് വേണം. മൂന്നാമത്തെ ഒരു പുറത്തിൻ്റെ ഒരു ഭാഗം വരെയൊക്കെ ഒരു ആവറേജ് പിടിക്കുക. ഓക്കെ, ഒരു ഭാഗം വരെയൊക്കെ, 2 പുറവും മറ്റേ പുറത്തിൻ്റെ ഒരു 1/4 ഭാഗം വരെയൊക്കെ ഒരു ആവറേജിൽ പിടിച്ചോളൂ. അത്രയൊക്കെ മതിയാവും ഒരു 7 മാർക്കിന്. അതിനേക്കാൾ കുറച്ച് കുറഞ്ഞാലും കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നിങ്ങൾ എഴുതുന്ന കണ്ടൻറ്റ് എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് എഴുതി വെക്കുക എന്നുള്ളതല്ല, എഴുതി നല്ല കണ്ടൻറ്റ് വേണം എന്നുള്ളതാണ്. ഓക്കെ, സോ 5 മാർക്കിന് ഒരു പുറം, ആവറേജ് ഒരു പുറം, അതിനേക്കാൾ കുറച്ച് കൂടാം കുറച്ച് കുറയാം. 6 എന്ന് പറയുമ്പോൾ ഒരു പുറം കംപ്ലീറ്റ് ആയിട്ട് മറ്റേ പുറത്തിൻ്റെ പകുതി, അതിനേക്കാളും കുറച്ച് കൂടുകയോ കുറച്ച് കുറയുകയോ ചെയ്യാം. 7 എന്ന് പറയുമ്പോൾ ഒരു പേജ് കംപ്ലീറ്റ്, മറ്റേ പേജ് കംപ്ലീറ്റ്, മൂന്നാമത്തെ പേജിൻ്റെ കുറച്ച് എഴുതാം ഒരു ആവറേജ് ആയിട്ട്. അതിനേക്കാൾ കുറച്ച് കൂടിയാലും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 7 മാർക്കിൻ്റെ ഒക്കെ മാക്സിമം നിങ്ങൾ 3 പുറം വരെയേ പോകാവൂ. അതിലധികം പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടും. ഓക്കെ, ഇതാണ് പറയാനുള്ളത്. താങ്ക് യു.